സ്ത്രീകൾ ഉൾപ്പെടുന്ന വാർത്ത വായിൽ തോന്നുന്ന തലക്കെട്ട് കൊടുത്ത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചേക്കണം. ഒളിച്ചോട്ടമടക്കമുള്ള സാഹചര്യങ്ങളിൽ മാധ്യമ വാർത്തകളിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കും വിധത്തിലുള്ള പ്രയോഗങ്ങൾ തിരുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ശുപാർശ. വാർത്താവതാരണത്തിന്റെ ലിംഗവിവേചന സങ്കുചിത്വം മാറ്റാനായി മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മ എന്ന് വിളിക്കുന്നത് തിരുത്തണമെന്നും ഏത് തൊഴിൽ മേഖലയിലായാലും സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ വളയിട്ട കൈകളിൽ വളയം ഭദ്രം എന്നിങ്ങനെ വളയെ കൂട്ടുപിടിക്കുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രാസം, കാവ്യാത്മകത, വായനയുടെ സൗന്ദര്യം തുടങ്ങിയ എഴുത്തിന്റെ പരിഗണനകൾ സ്ത്രീ പദവിയുടെയും അതിന്റെ മാന്യതയുടെയും മുൻപിൽ അപ്രസക്തമാണ്. സ്ത്രീകൾ തീരുമാനമെടുത്തു ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ പെൺബുദ്ധി, പിൻബുദ്ധി തുടങ്ങിയ പ്രയോഗം അല്ലെങ്കിൽ പെണ്ണ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള അവതരണങ്ങളും ഒഴിവാക്കണം. സെക്സി ഷറപ്പോവ പോലെ ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകളും ഒഴിവാക്കണം. അതുപോലെ ഒളിച്ചോട്ട വാർത്തകളിൽ 2 കുട്ടികളുടെ അമ്മ കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്ന രീതിയിൽ സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വാർത്താ തലക്കെട്ടുകളും പാടില്ല. പാചകം, വൃത്തിയാക്കൽ, ശിശു സംരക്ഷണം തുടങ്ങിയവ സ്ത്രീകളുടെ കടമയാണെന്നും വിദ്യാഭ്യാസം, ആരോഗ്യം, നിക്ഷേപം, സൈനിക സേവനം തുടങ്ങിയവ പുരുഷന്റെ കടമയാണെന്നും മട്ടിലുള്ള ചിത്രീകരണവും ശരിയല്ല. ശുപാർശകൾ സഹിതം ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട്. ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ മലയാള പദാവലികളുടെ ശൈലീ പുസ്തകം അടിയന്തരമായി തയ്യാറാക്കണം. ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും ഇവ ലഭ്യമാക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിംഗനീതിപരമായ വിഷയങ്ങളിലെ വിദഗ്ധർ, ഭാഷാ വിദഗ്ധർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അംഗങ്ങളായ സമിതി രൂപവൽക്കരിച്ച് 6 മാസത്തിനകം പുസ്തകം തയ്യാറാക്കണം. സമിതിയിലെ വിദഗ്ധർ കഴിയാവുന്ന അത്ര സ്ത്രീകളായിരിക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്.